Hello friends, we will talk about credit card use actually income tax notice. Recently, our friend and subscriber actually a screenshot of personal details message. Screenshot blurry recently a friend actually credit card spending income tax notice limit annually 10 lakh 10 lakh above income tax credit card transaction ഒന്ന് സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് ലിമിറ്റ് അല്ലെങ്കിൽ അത് കുറയ്ക്കുക യൂസേജ് ഒന്ന് കുറയ്ക്കുക എന്താ വെച്ചാൽ നിങ്ങൾ ആനുവലി ഇത് നിങ്ങളിപ്പോൾ അത് വേറെ കാർഡായിട്ട് ഉപയോഗിച്ചാലും കാര്യമില്ല എല്ലാം നമ്മുടെ പാൻ കാർഡിലേക്കാണ് പോകുന്നത് എല്ലാം നമ്മുടെ പാൻ കാർഡായിട്ട് ലിങ്കാണ് അതിപ്പോൾ ഒരു കാർഡിൽ തന്നെ 10 ലക്ഷം ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ കാർഡ് കൊണ്ട് 10 ലക്ഷം കഴിഞ്ഞാലും നമുക്കത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഇഷ്ടം പോലെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസസ് ഭയങ്കര കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടം പോലെ നോട്ടീസ് അയക്കുന്നുണ്ട് അപ്പോൾ റീസെൻ്റ്ലി കുറേ പേർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല കാശ് ഒരു ആനുവലി മന്ത്ലി നല്ല ക്രെഡിറ്റ് കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക ഒന്നെങ്കിൽ നമ്മുടെ ആ യൂസേജ് ഒന്ന് കുറയ്ക്കുക കേട്ടോ എന്നുവെച്ചാൽ ആനുവലി നിങ്ങൾ 2 ലക്ഷമൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതൊന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും ഒരു മെസ്സേജ് വരും ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരെ സ്ലാബിൻ്റെ താഴെയുള്ളവരാണെങ്കിലും നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താ പറയുക വൈസ്ലി ഉപയോഗിക്കുക എന്തൊക്കെ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി എല്ലാ സംഭവം ബാക്കിയുള്ളവരുടെ ട്രാൻസാക്ഷനൊക്കെ കൂടി സ്വന്തം ക്രെഡിറ്റ് കാർഡിൽ ചെയ്യാണ്ടിരിക്കുക കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെയും എല്ലാവരെയും ട്രാൻസാക്ഷൻ നമ്മുടെ കാർഡ് കൊണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്താലും കാർഡ് ബ്ലോക്ക് ആവുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പേരല്ല 2-3 പേര് നമ്മുടെ മെസ്സേജ് ഉണ്ടായിരുന്നു അവൾ നമ്മുടെ ഇപ്പോൾ കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലോ ആമസോണിൽ അപ്പോൾ ആമസോൺ കാർഡ് ഉപയോഗിച്ചിട്ട് അവർ ഫ്രണ്ട്സും ആൾക്കും എല്ലാം കൂടിയിട്ട് ഒരു 4-5 മൊബൈൽ വാങ്ങിച്ച് മൊബൈൽ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോഴും കാർഡ് ബ്ലോക്കായി അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത് ഓട്ടോമാറ്റിക്കലി അവരുടെ അൽഗോരിതം ഡിക്റ്റേറ്റ് ചെയ്യും ഇത്ര അധികം ഒരാളെന്തായാലും 5 മൊബൈലൊന്നും വാങ്ങിക്കില്ലല്ലോ അത് ബിസിനസ് യൂസായിട്ടാണ് കണക്കാക്കുക അപ്പോൾ നമ്മൾ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡുകൾ ബിസിനസ് യൂസായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആവും പിന്നെ കാർഡ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബാങ്കിൻ്റെ കാർഡ് കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ പിന്നെ അത് അൺബ്ലോക്ക് ചെയ്യാനപ്പോൾ അതിനത് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ കുറേ കുഴപ്പങ്ങൾ എത്തും അപ്പോൾ നിങ്ങൾ ക്യാഷ് ബാക്കിൻ്റെ പിന്നാലെ പോയിട്ട് ഇതുപോലെ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കാർഡാണ് അപ്പോൾ പേഴ്സണൽ കാർഡ് ബിസിനസ് കാർഡിന് ശരിക്കും ബിസിനസ് ക്രെഡിറ്റ് കാർഡിന് ഒരു വേറെ സംഭവമുണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് എടുക്കണം പക്ഷേ അതിന് ക്യാഷ് ബാക്ക് ഉണ്ടാവില്ല ഈ ബെനിഫിറ്റ് കിട്ടില്ല അതാണ് വ്യത്യാസം അപ്പോൾ പേഴ്സണൽ കാർഡ് ബിസിനസ് പർപ്പസിന് ഉപയോഗിച്ചൊന്ന് അവരൊക്കെ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൽഗോരിതം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആവും പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റിഗേഷന് പോകും അത് കഴിഞ്ഞത് നോർമലി ഒരു 99% ആൾക്കാരും കാർഡ് പിന്നെ ബ്ലോക്ക് ആവും പിന്നെ കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് നോക്കി വയസ്സിൽ ഉപയോഗിക്കുക എന്താ ക്യാഷ് ബാക്കിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് എമൗണ്ടും കൂടുന്നതും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും കിട്ടാൻ വേണ്ടി കൂടി തടച്ചാലും രണ്ടും പണി കിട്ടുന്നു ഒരു സൈഡിൽ നിന്ന് ഇൻകം ടാക്സിൻ്റെ പണി കിട്ടും ഒരു സൈഡിൽ നിന്ന് കാർഡ് ബ്ലോക്ക് പോകും അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കട്ടെ അപ്പോൾ ആക്ച്വലി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നിട്ട് വെച്ചാൽ കുറേ പേര് നമ്മളോട് പറയുന്നുണ്ടെന്ന് കാർഡ് ബ്ലോക്കായി ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടം പോലെ ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സെയിൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണാം ബൈ അപ്പോൾ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ